ഹായ്, നമസ്കാരം. എൻ്റെ വിഷയം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പുതിയൊരു ട്രെൻഡായിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ആത്മഹത്യകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും പെൺകുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർക്ക് അവരോടുള്ള വിശ്വാസമില്ലായ്മ ആയിരിക്കണം ഇതിനെല്ലാം കാരണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സോന എന്ന് പറഞ്ഞ TTC പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇന്നലെ ആത്മഹത്യ ചെയ്തു. അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ചെയ്യാമെന്നുള്ള രീതിയിൽ. കാരണം അതിന് മുന്നാടിയായിട്ട് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. ഇവിടെ രണ്ട് പേര്, വിഭജിക, അതുല്യ. അതും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഡിഫറൻസിലാണ് 2 പേര് ആത്മഹത്യ ചെയ്തത്. അതിൽ വിഭജിക എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താ പറയുക, നല്ല പ്രഷർ ഉണ്ടാവും ഇവർക്കൊക്കെ. കാരണം ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ പ്രഷറിലാണ് വിഭജിക ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ വിഭജികയുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നത്, പുള്ളിക്കാരി സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരുന്നു. അതൊരു കമ്പനിയുടെ HR ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞു മോളുമുണ്ട്. ആ മോളെയും കൊന്നതിന് ശേഷമാണ് വിഭജിക ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അത് വളരെ മോശമായിപ്പോയി. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വഴി പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ തീർന്നിരിക്കുകയല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ജോലി ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. ഇതൊക്കെ കളഞ്ഞിട്ട് പുള്ളിക്കാരി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ. അതിൽ അതുല്യ എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പീഡനം, അതായത് ക്രൂരമായ പീഡനം. അത് വെള്ളമടിച്ചിട്ട് ചെയ്യുന്ന പീഡനങ്ങൾ സഹിക്കേ വയ്യാതെയാണ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തത്. ഇപ്പം ഈ ഇടയ്ക്ക് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരിയുടെ വീട്ടുകാരും അതിനുള്ള ഒരു കാരണക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ വെള്ളം അടിച്ചുകൊണ്ട് സ്വന്തം കല്യാണത്തിന് മണ്ഡപത്തിൽ വന്നപ്പോൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുത്ത എന്താ പറയുക, അപ്പനാണ്. ഇവരെല്ലാം നോക്കിയത് എന്താ പറയുക, കുടുംബത്തിൻ്റെ മഹിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. സ്വന്തം മോളുടെ ജീവനോ അല്ലെങ്കിൽ അവളുടെ സമാധാനമോ അല്ലെങ്കിൽ അവളുടെ സ്വസ്ഥതയോ അല്ല പുള്ളിക്കാരനെന്ന് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്കാരിയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു ജോലിയും ആ സമയത്തില്ല. പിന്നെ ഒരു ജോലി കിട്ടിയിരുന്നു. പോകുന്നതിന് മുന്നേ ഉള്ള ടോർച്ചറിങ്ങിലാണ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കണ്ടുവന്നത് ഇപ്പോൾ സോന എന്ന് പറഞ്ഞ സോന എൽദോസ്, 23 വയസ്സേ ഉള്ളൂ. TTC സ്റ്റുഡൻ്റാണ്. കൂടെ പഠിച്ച പയ്യനുമായിട്ട് എന്താ പറയുക, കല്യാണം വരെ ഉറപ്പിച്ച പോലെയാണ്. കാരണം 3 മാസം മുമ്പ് പുള്ളിക്കാരിയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് അവർ 1 വർഷം കഴിഞ്ഞതിന് ശേഷം കല്യാണം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. മതം മാറണമെന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ്റെ ഏക ആവശ്യം. അവളത് മാറാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരു കേസിൽ, അതായത് ഒരു എന്താ പറയുക, ഇമ്മോറൽ ട്രാഫിക് കേസിൽ ആലുവയിൽ വെച്ച് പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം എന്ത് ചെയ്ത് ഈ പെൺകൊച്ച് പറയുകയാണ്, ഞാനിനി മതം മാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ പോകാനായിട്ടിരുന്നതാണ്. അപ്പോഴെന്താ, അവൻ എന്ന് പറയുന്നത് ഇതിന് എതിരായിട്ടുള്ളൊരു രീതിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവൾ പറഞ്ഞത്, ഞാനിനി മതം മാറാൻ പോകുന്നില്ല, നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിക്കാം. എന്നിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്യുവാണ് അവൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത്. ഇവൻ എന്ത് ചെയ്തു, ഇവളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന ഒരു വ്യാജേന ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം കൂടെ ഇവളെ പ്രഷർ ചെയ്തു, ഇവളെ ഒരു മുറിക്കകത്ത് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. പുള്ളിക്കാരിയുടെ ഒരു കൂട്ടുകാരി പറയണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ ചെള്ളയ്ക്ക് ചുമന്ന നിറത്തിൽ കിടപ്പുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ തല്ലുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ പെങ്കൊച്ചിനെ. സ്വന്തമായിട്ട് കൈക്കരുത്ത് കാണിക്കാനായിട്ട് സ്വന്തം ആൾക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ അവരാകുമ്പം തിരിച്ചൊന്നും ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ അടിച്ചിട്ടുണ്ട്, ചെള്ളയൊക്കെ ചുമന്ന് കിടന്നിട്ടുണ്ടെന്ന് ഇവളുടെ ഒരു കൂട്ടുകാരി പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവളെ തിരിച്ച് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവൻ വീണ്ടും ഫോണിൽ കൂടെ പ്രഷർ ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം മതം മാറണം. ഒറ്റ കാര്യം ഞാൻ ചെറുക്കന്മാരോടും പെൺപിള്ളാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾ ആരാണെന്നുള്ള ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് അവരെ കൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നോ പറയാനും കൂടെ പഠിക്കുക. അത് പയ്യന്മാരടുത്തും പെൺപിള്ളേരടുത്തും പറയുകയാണ്, നോ പറയാൻ പഠിക്കുക. അത് ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മതത്തിലോ അല്ല നിങ്ങളെ കൊണ്ടുപോകേണ്ടത്. നിങ്ങളാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, വേണോ വേണ്ടേ എന്നുള്ളത്. വേണമെങ്കിൽ വേണം, വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള കരുത്തുണ്ടായിരിക്കണം. പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ഡിപ്രഷനിലോട്ടോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ
നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് പറയാം. വീട്ടുകാരെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സൈക്കാട്രിസ്റ്റിനെ ഒന്നും കൊണ്ട് കാണിക്കുന്നത് വലിയൊരു കാര്യമല്ല. നിങ്ങൾ പോവുക, എന്താ പറയുക, മെഡിക്കേഷൻ എടുക്കുക, അതായത് മരുന്നെടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതിയും നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആകും. നിങ്ങൾക്ക് ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഈ പെട്ടെന്ന് എടുത്തു ചാടി അതല്ല വേണ്ടത്. എടുത്തു ചാടാതെ ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ആരെയും വേണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെ വേണ്ടുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് പുറകിലുണ്ട്. അത് നിങ്ങൾ ആരും കാണുന്നില്ല. നിങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി പുറകിലുണ്ട്. അപ്പം ആത്മഹത്യയല്ല ഒന്നിനും പരിഹാരം. ഇപ്പം ഒരു കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം ഈ 3 കേസിലും ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പെങ്കൊച്ചു വീതം നഷ്ടപ്പെട്ടു. പക്ഷേ ഫാമിലി നശിക്കുന്നത് എല്ലാ ഫാമിലിയാണ്. ഈ അടിക്കുന്നവനായാലും പിടിക്കുന്നവനായാലും അവനും കൂടെ ഒന്ന് ചിന്തിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചാണ് അത്. അതിനെ നമ്മൾ ടോർച്ചർ ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തുക. കാരണം എന്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാടുള്ളൊരു കാര്യമാണ്. കാരണം അവരിൽ നിന്നും നമുക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടല്ലേ ഇവർ പോയി ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അവരെന്തോരം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഈ ഇടയ്ക്ക് വേറൊരു ആത്മഹത്യ ഞാൻ കണ്ടായിരുന്നു. അതായത് വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെറുക്കനും ആത്മഹത്യ ചെയ്തു. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെങ്കൊച്ചും ആത്മഹത്യ ചെയ്തു. ഞാൻ കുടുംബക്കാരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളല്ല ഈ 2 പേരുടെയും ജീവിക്കാനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ ആഗ്രഹത്തിന് ജീവിച്ചുകൂടായിരുന്നോ? എങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും 2 പിള്ളേരെ നഷ്ടപ്പെടത്തില്ലായിരുന്നല്ലോ. ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, മനുഷ്യനെ മനസ്സിലാക്കി അതിന് വേണ്ടത് എന്താണെന്നുള്ളത് ചെയ്യാനുള്ള മനസ്സ് വീട്ടുകാരായാലും ഈ ചെയ്യാൻ തോന്നുന്ന ആൾക്കാരാണെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഈ ആത്മഹത്യയിൽ. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഡോക്ടറെ കാണുക. അപ്പം ശരി, അന്നേരം ബൈ. താങ്ക് യു.